ഡെഡ്ലോക്സ്. ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിൽ കുറേ പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്, റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് റിസോഴ്സസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിസോഴ്സസ് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ഒരു വെയിറ്റ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ്, ആ ഒരു സിറ്റുവേഷനെയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടെ രണ്ട് പ്രോസസ്സ് ഉണ്ട്, P1 P2, രണ്ട് റിസോഴ്സസ് ഉണ്ട്, R1 R2. അപ്പോൾ R1 എന്നുള്ള റിസോഴ്സ് P2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. R2 എന്നുള്ള ഒരു റിസോഴ്സ് P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ P1 എന്നുള്ള പ്രോസസ്സിന് R1 എന്ന് പറയുന്ന റിസോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഒരു റിക്വസ്റ്റ് കൊടുക്കും. P1 പ്രോസസ്സ് ആ R1ന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും. പക്ഷേ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് P2 എന്ന് പറയുന്നത് ഓൾറെഡി P2 എന്ന് പറയുന്ന പ്രോസസ്സ് ഓൾറെഡി R1 റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് P1 ഒരു വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോവും. അതിനെയാണ് ഡെഡ് ലോക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ പ്രോസസ് cannot request 3 printers if the system has only 2 printers. അതായത് പ്രോസസ്സിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിസ്റ്റത്തിന് 2 പ്രിൻറ്റേഴ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റിസോഴ്സസ് വരാം, പ്രിൻ്റർ വരാം, അങ്ങനെ കുറേ കാര്യങ്ങൾ റിസോഴ്സസ് ആയിട്ട് വരാം. അപ്പോൾ ഒരു പ്രോസസ് മേ യൂട്ടിലൈസ് റിസോഴ്സ് ഇൻ ഓൺലി ദ ഫോളോയിങ് സീക്വൻസ്. അതായത് ഫസ്റ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ if the request cannot be granted immediately, then the requesting process must wait until it can acquire the resource. റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി എന്തെങ്കിലും പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അത് P2 എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ P1 എന്ന് പറയുന്നത് യൂസ് ചെയ്യും. അപ്പോൾ യൂസ് എന്ന് പറയുന്നത് പ്രോസസ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ദി റിസോഴ്സ്. അത് കഴിഞ്ഞിട്ട് ചെയ്യണം, ആ ഒരു റിസോഴ്സ് റിലീസ് ചെയ്യണം. ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുക, എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഓക്കെയാണ്, ആ ഒരു റിസോഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. യൂസ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യണം. ഇനി നെസസറി കണ്ടീഷൻ ഫോർ ഡെഡ് ലോക്ക്. അപ്പോൾ ഡെഡ് ലോക്ക് എങ്ങനെയാണ് അറൈവ് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. ഒന്നാമതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കണ്ടീഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരു റെസ്പോൺസാണ് ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അതായത് റിസോഴ്സസ് മസ്റ്റ് ബി അലോക്കേറ്റഡ് ടു പ്രോസസ് അറ്റ് എനി ടൈം ഇൻ ആൻ എക്സ്ക്ലൂസീവ് മാനർ ആൻഡ് നോട്ട് ഓൺ എ ഷെയർഡ് ബേസിസ് ഫോർ എ ഡെഡ് ലോക്ക് ടു ബി പോസിബിൾ. അതായത് വേറൊരു പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യാണ് റിസോഴ്സിന് വേണ്ടിയിട്ട്, ഈ ഒരു റിക്വസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, ഡിലേ ആവും അണ്ടിൽ ദ റിസോഴ്സ് ഹാസ് ബീൻ റിലീസ്ഡ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം, അതായത് ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരു പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ റിക്വസ്റ്റിംഗ് പ്രോസസ്സ് ഡിലേ ആയി പോവും. അപ്പോൾ അങ്ങനെ ഡിലേ ആയി പോകുമ്പോഴാണ് അവിടെ ഒരു ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ. അതായത് ഹോൾഡ് ആൻഡ് വെയിറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് കുറേ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സസിന് വേണ്ടിയിട്ട് ഇത് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി കുറേ പ്രോസസ്സിനെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, റിസോഴ്സസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും മറ്റുള്ള റിസോഴ്സസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അവൈലബിൾ അല്ലെങ്കിൽ
അത് വെയിറ്റ് കണ്ടീഷനിലേക്ക് പോകും. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഓൾറെഡി റിസോഴ്സസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷം വീണ്ടും എന്താണ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്, അത് ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള ഒരു കണ്ടീഷനാണ്. നെക്സ്റ്റ് നോ പ്രിയംഷൻ കണ്ടീഷൻ. അതായത് നോ പ്രിയംഷൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ റിസോഴ്സസ് കനോട്ട് ബി പ്രിയംപ്റ്റഡ്. എ റിസോഴ്സ് ക്യാൻ ബി റിലീസ്ഡ് ഓൺലി വളണ്ടറിലി ബൈ ദ പ്രോസസ് ഹോൾഡിങ് ഇൻ ആഫ്റ്റർ ദാറ്റ് പ്രോസസ് ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് ടാസ്ക്. അതായത് ഇവിടെ പ്രിയംഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഒരു പ്രോസസ്സ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഹയർ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹയർ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ് ആ റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്താൽ പോലും ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് ആ പ്രോസസ്സ് റിലീസ് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, ഹയർ പ്രയോറിറ്റി പ്രോസസ്സിനത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാണ് നോ പ്രിയംഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നാലാമത്താണ് സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, P2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, R1 ഉണ്ട്, R2 ഉണ്ട്. അപ്പോൾ P2 എന്ന് പറയുന്നത് ഓൾറെഡി R2 എന്ന് പറയുന്ന ഒരു റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ P1 വീണ്ടും എന്താണ് ഇതിനെ റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് ഒരു സർക്കുലർ ടേംസിൽ, അതായത് ഒരു പ്രോസസ്സ് ഉണ്ട് P0, P1, P2, etc. Pn. അപ്പോൾ P0 ഈസ് വെയിറ്റിംഗ് ഫോർ റിസോഴ്സ് ദാറ്റ് ഈസ് നീഡഡ് ബൈ P1. P0 എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാണ്. P1 ഈസ് വെയിറ്റിംഗ് ഫോർ റിസോഴ്സ് ദാറ്റ് ഈസ് ഹെൽഡ് ബൈ P2. P2 യൂസ് ചെയ്യുന്ന ഒരു റിസോഴ്സ് P1 വെയിറ്റ് ചെയ്യാണ്. Pn-1 ഈസ് വെയിറ്റിംഗ് ഫോർ എ റിസോഴ്സ് ദാറ്റ് ഈസ് ഹെൽഡ് ബൈ Pn. അതായത് Pn യൂസ് ചെയ്യുന്ന ഒരു റിസോഴ്സ് Pn-1 എന്ന് പറയുന്നൊരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ സർക്കുലാർ കണ്ടീഷനിൽ വെയിറ്റ് ചെയ്യുന്നതിനെയാണ് സർക്കുലാർ വെയിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വരുന്നത്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് രൂപത്തിൽ നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ സെറ്റ് ഓഫ് വേർട്ടിസസും എഡ്ജസും ഉണ്ടാവും. വേർട്ടിസസിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോഡ്സ് ആണ്. ഇത് P1, P2, P3 etc. അതായത് പ്രോസസ്സാണ്. ആൻഡ് എഡ്ജസ് ആയിട്ട് എന്ത് പറയുന്നു, അതല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിക്വസ്റ്റ്, അതായത് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ R1 എന്ന് പറയുന്ന ഒരു റിസോഴ്സ് യൂസ് ചെയ്യുന്നത് P2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ R1 എന്ന് പറയുന്ന റിസോഴ്സ് യൂസ് ചെയ്യുന്നത് P2 ആണ്. P1 എന്താ ചെയ്യുന്നത്, റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഏതിന് വേണ്ടിയിട്ട്, R1 എന്ന് പറയുന്ന റിസോഴ്സിന് വേണ്ടിയിട്ട്. R3 എന്ന് പറയുന്ന ഒരു റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് P3 എന്ന് പറയുന്ന പ്രോസസ്സാണ്. P2 എന്ത് ചെയ്യുന്നുണ്ട്, R3 എന്ന് പറയുന്ന ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അതിൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 ഒരു ഇൻസ്റ്റൻസ് ആണുള്ളത്, R3 ഒരു ഇൻസ്റ്റൻസ് ആണ്, R4 3 ഇൻസ്റ്റൻസസ് ആണ്, R2 2 ഇൻസ്റ്റൻസസ് ആണ്. ഈ റിസോഴ്സ് യൂസ് ചെയ്യുന്നത് റെക്റ്റാങ്കിളിലും പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് സർക്കിളിലും ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. 1 ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് R1, 2 R2ലുള്ളത്, 1 ആണ് R3ലുള്ളത്, 3 ഇൻസ്റ്റൻസ് ആണ് R4ലുള്ളത്. ഇനി പ്രോസസ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ പ്രോസസ് P1 ഈസ് ഹോൾഡിങ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് R2 and waiting for an instance of resource type R1. Process P2 holding an instance of R1 and R2 and waiting for instance resource type R3. Process P3 is holding an instance of R3. ഇതെന്ന് പറയുന്നത് ഒരു ഡെഡ് ലോക്ക് ഉള്ള, അതായത് ഡെഡ് ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുന്നത്, ഒരു ഗ്രാഫിൽ സൈക്കിൾസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് പറയും, അത് ഡെഡ് ലോക്ക് ഇല്ല എന്ന് പറയും. ഇനി ആ ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഡെഡ് ലോക്ക് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ്. അതായത്
ഡെഡ് ലോക്ക് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പോൾ സൈക്കിൾസ് ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഡെഡ് ലോക്ക് ഇല്ല. സൈക്കിൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡെഡ് ലോക്ക് ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ്, ഇവിടെ ഒരു സൈക്കിളാണ് വരുന്നത്. അപ്പോൾ സൈക്കിൾ വരുന്ന സമയത്ത് എന്ത് പറയുന്നുണ്ട്, അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാം. If each resource type has several instances and cycle do not necessarily imply that a deadlock occur. In this case, a cycle in the graph is necessary but not sufficient condition for the existence of deadlock. അതുപോലെ ഇൻസ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം, അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണെന്ന് പറയാം.